നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കേരള PSCയുടെ മത്സര പരീക്ഷാ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ കേരള ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഫാക്റ്റാണ്. അപ്പം നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, ആ മത്സര പരീക്ഷയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ ന്യൂജൻ ചോദ്യം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞൊരു ചോദ്യം തന്നെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 4 പ്രസ്താവന ചോദ്യങ്ങൾ അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ മത്സര പരീക്ഷയുടെ ട്രെൻഡിങ് ആയ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, അതായത് ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കുന്ന അല്ലെങ്കിൽ ധാരാളം മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഏരിയയാണ് പ്രസ്താവന ചോദ്യങ്ങൾ. ഒരു മത്സര പരീക്ഷയിൽ കൂടുതൽ പ്രസ്താവന ചോദ്യങ്ങൾ വരുമ്പം നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകും. കൂടുതൽ സമയം മത്സര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചിലവാകും. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ, അതായത് ആ ഒരു ഡീമെറിറ്റിനെ നമുക്ക് മെറിറ്റാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. നമുക്കറിയാവുന്നതാണ്, ഇന്ത്യ മഹാരാജ്യത്ത് സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നു. അങ്ങനെ 1956 നവംബർ 1 ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരും. അതിലൊരു സംസ്ഥാനമാണ് ഈ പറയുന്ന കേരളം. 1956 നവംബർ 1 14 ഇന്ത്യൻ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരും. അപ്പൊ ആ പറയുന്ന 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരാൻ കാരണമായ ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷന്റെ പേര് ഫസൽ അലി കമ്മീഷൻ എന്നാണ്. സംസ്ഥാന പുനഃസംഘടന എന്നറിയപ്പെടുന്ന ഏരിയ നമ്മൾ പഠിക്കും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, എങ്കിലും നമ്മൾ അത് റിവൈസ് ചെയ്ത് പോയിക്കോളാം. അപ്പൊ ഇവിടെ 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരുന്നു. അങ്ങനെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും അതേ ഡേറ്റിൽ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് നിലവിൽ വരും. അപ്പൊ 15ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? 15ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഒരു ലോജിക്കായിട്ട് ഞാൻ ഓരോ ഓപ്ഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. അത് 4 ഓപ്ഷൻ പറയുമല്ല, കാരണം ആ ആൻസറുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കമന്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. 15ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആ സംസ്ഥാനം. ഇതിഹാസങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആ സംസ്ഥാനമാണ്. ആൻസർ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണം. ദെൻ രണ്ടാമത്തെ പ്രത്യേകത, സംസ്ഥാന രൂപീകരണം മുതൽ, ആ സംസ്ഥാനം എന്നാണ് രൂപീകരിച്ചത് അന്ന് മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഇതാണ്. ഓക്കെ, ആൻസർ കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഏറ്റവും മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ക്ലൂ തരാം. മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം പോർബന്ദർ ആ സംസ്ഥാനത്താണ്. നമുക്കറിയാവുന്നതാണ്, ഗുജറാത്താണ്. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്തത് കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ പോർബന്ദറിന് ഒരു ആദ്യകാല പേരുണ്ടല്ലോ, സുധാമാപുരി എന്നാണ്. അപ്പൊ 15ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഇനി ഈ 15ാമത്തെ ഇന്ത്യൻ സംസ്ഥാനമായി 16ആയി, അങ്ങനെ 25ാമത്തെ ഒരു ഫാൻസി നമ്പർ പോലെ പഠിക്കുക. 14 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. 15ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. 25ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചോദ്യങ്ങളല്ല, മുൻകാല വർഷ ചോദ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 25ാമത്തെ സംസ്ഥാനം, അവിടെയും ക്ലൂ തരുന്നു. ആ ആൻസറിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ തരുക. ഏറ്റവും പ്രധാനപ്പെട്ട ഗോമന്തകം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആ സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമായ മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്ന ആ ഇന്ത്യൻ സംസ്ഥാനത്തെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ഗോവയാണ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ടത് 25ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. ഇനി അടുത്തത്, ഏറ്റവും അവസാനമായി നിലവിൽ വന്നൊരു ഇന്ത്യൻ സംസ്ഥാനം ഉണ്ടല്ലോ. ഏറ്റവും അവസാനമായി നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ്. ഈ തെലങ്കാന സംസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ പേര് ശ്രീകൃഷ്ണ കമ്മീഷനാണ്. ഇതൊക്കെ നിങ്ങൾ PYQ ഒക്കെ ഓരോ ദിവസം ഓരോ PYQ വെച്ച് സോർട്ട് ചെയ്ത് പോവുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വസിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണല്ലോ. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഒന്ന്, ഇന്ത്യയിൽ പ്രധാനപ്പെട്ട, ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇല്ലയോ, അതിൽ 2 പ്രധാനപ്പെട്ട കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്ന ഡേറ്റ് സഹിതം മസ്റ്റായി പഠിക്കണം. ഒന്ന്, ജമ്മു കാശ്മീർ എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം. നേരത്തെ സംസ്ഥാനമായിരുന്നു, ഇപ്പൊ ജമ്മു കാശ്മീരും ലഡാക്കും എന്നറിയപ്പെടുന്ന 2 കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറ്റിയില്ലയോ. അപ്പൊ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശവും ഉണ്ട്.
അതിൽ ജമ്മു ആൻഡ് കാശ്മീർ എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീർ എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശവും ലഡാക്കും, ഇത് രണ്ട് കേന്ദ്രഭരണ പ്രദേശമാണല്ലോ. ഇത് രണ്ടും നിലവിൽ വന്നതെന്ന നിങ്ങൾ തന്നെ പറ. 2019 ഒന്ന് കമന്റ് ചെയ്തേ. 2019 ഡേറ്റ് സഹിതം ഒന്ന് കമന്റ് ചെയ്തേ. 2019 ഒക്ടോബർ 31 ജമ്മു ആൻഡ് കാശ്മീർ എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശവും ലഡാക്കും നിലവിൽ വരുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, 2020 ഒരു കറണ്ട് അഫയർ ഉണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 8 കേന്ദ്രഭരണ പ്രദേശങ്ങളേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദാദ്ര ആൻഡ് നഹർ ഹവേലി നമുക്കറിയാവുന്നതാണ്. ദാമൻ ആൻഡ് ദിയു എന്നറിയപ്പെടുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമല്ലയോ, അത് നിലവിൽ വന്നതെന്ന ഈ പറയുന്ന ദാദ്ര ആൻഡ് നഹർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നത് 2020. ഡേറ്റ് കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. 2020 ജനുവരി 26 അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ അത് ക്ലിയർ ആയി. അപ്പൊ ആ അപ്ഡേഷൻ കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ കാര്യം ക്ലിയർ ആയി. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ആയി. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു വെച്ചേപ്പുണ്ട്. ഓക്കെ, 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. ആൻസർ ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949 ജൂലൈ 1 ശരിയാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കണ്ടന്റ് തന്നെയാണ് വീണ്ടും റിവൈസ് ചെയ്ത് മാറ്റുന്നത്. കാരണം കഴിഞ്ഞ മത്സര പരീക്ഷ സമയത്ത് ഇതേപോലെ നമ്മൾ സീരീസ് കണ്ടക്ട് ചെയ്തിരുന്നു. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949 ജൂലൈ 1. അപ്പൊ 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം അല്ലെങ്കിൽ തിരുക്കൊച്ചി ഇന്റഗ്രേഷൻ ഫോം ചെയ്യുന്നത്. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും കൂടെ സംയോജിക്കുന്നു, തിരുക്കൊച്ചി സംസ്ഥാനം ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. ദെൻ ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ 1956 കേരളം രൂപീകൃതമായപ്പോൾ 5 ജില്ലകൾ ഉണ്ടായിരുന്നു. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായ സമയത്ത് 5 ജില്ലകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതൊക്കെ ജില്ലകളാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? 5 ജില്ലകൾ. ഒന്ന് തിരുവനന്തപുരം മസ്റ്റായിട്ട് കാണുമല്ലോ. കൊല്ലമുണ്ട്, കോട്ടയമുണ്ട്. വളരെ പ്രധാനപ്പെട്ട 5 ജില്ലകൾ ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പിന്നൊന്ന് തൃശ്ശൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂര്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് മലബാർ. അങ്ങനെ 5 ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഈ പറയുന്ന ഓരോ ജില്ലകളും ഫോം ചെയ്ത് ഇപ്പൊ കാണപ്പെടുന്ന 14 ജില്ലകൾ ഉണ്ടാകുന്നത്. ഏറ്റവും അവസാനമായിട്ട് രൂപീകരിച്ച ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 1956 കേരളം രൂപീകൃതമായപ്പോൾ 5 ജില്ലകൾ ഉണ്ടായിരുന്നു. അതും ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ശരിയാണ്. ഓപ്ഷൻ സി ശരിയാണ്, ഓപ്ഷൻ ഡി ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കാരണം എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നേരത്തെ പാലക്കാടായിരുന്നു. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ഒരു മിടുക്കിയല്ലയോ? അങ്ങനെ നമ്മൾ പഠിക്കുന്നത്. ഇടുക്കി ഇപ്പം മിടുക്കിയാ. എങ്ങനെയാ മിടുക്കിയാവുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കണ്ടന്റ് ഉണ്ട്, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവിടെയാണ് വല്ലിപ്പണി എന്നറിയപ്പെടുന്ന അടിമ സമ്പ്രദായത്തിനെതിരെ AK ഗോപാലൻ അമരാവതി സത്യാഗ്രഹം നടത്തിയത്. അത് അവിടെ നിൽക്കട്ടെ. ഈ 4 ഓപ്ഷൻ ശരിയാണല്ലോ. അപ്പൊ തെറ്റായ പ്രസ്താവന ഒന്നുമില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ആൻസറിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. അവിടെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഡേറ്റും വർഷവും ഞാൻ പറഞ്ഞു, അത് മറക്കരുത്. ദെൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പറയുന്ന തിരുവിതാംകൂർ, മലബാർ, കൊച്ചി ഈ പറയുന്ന 3 പ്രദേശങ്ങൾ സംയോജിപ്പിച്ച് എന്താക്കി മാറ്റണം? കേരളമാക്കി മാറ്റണം എന്ന നിർദ്ദേശം കൊണ്ടുവരുന്നത്. അങ്ങനെ കേരളം ഫോം ചെയ്യുന്നു. കേരളം രൂപീകരിക്കുന്ന സമയത്ത് 5 ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ ആൻഡ് മലബാർ. അപ്പൊ മലബാർ എന്നറിയപ്പെടുന്ന ഇപ്പോൾ ഉള്ള കണ്ണൂർ, ഈ പറയുന്ന കണ്ണൂർ, പാലക്കാട് അങ്ങനത്തുള്ള പ്രദേശമെല്ലാം ഉൾപ്പെടുന്ന പ്രദേശമാണ് മലബാർ എന്നറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്ന് ആൻസറിലേക്ക് വരേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാല വർഷങ്ങളിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ പരിശോധിച്ചോ? അതിലെല്ലാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നതും മദിരാശി സംസ്ഥാനം, ഇപ്പോഴത്തെ തമിഴ്നാട് എന്നറിയപ്പെടുന്ന അന്നത്തെ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തതുമായിട്ടുള്ള താലൂക്കുകൾ. ഇത് സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്നതാ. SCERT സ്കൂൾ ടെക്സ്റ്റ് ഒക്കെ വായിക്കുവാണല്ലോ. ഇന്നും സ്കൂൾ ടെക്സ്റ്റിൽ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ചാപ്റ്ററിലെ ബോക്സിൽ കൊടുത്തേക്കുന്നത്, കോളത്തിൽ കൊടുത്തേക്കുന്നത്, ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് ഏതെങ്കിലും വ്യക്തിയുടെ, സ്ഥാപനങ്ങളുടെ, ആശയങ്ങളുടെ പടം സഹിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പഠിക്കണം. അങ്ങനെ SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്നതാണ്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നതും മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തതുമായിട്ടുള്ള താലൂക്കുകൾ ഒന്ന് തോവാള, അഗസ്തീശ്വരം,
കൽക്കുളം ആൻഡ് വിളവൻകോട് എന്നറിയപ്പെടുന്ന 4 താലൂക്കുകൾ നമ്മൾ എന്ത് കൊടുക്കും? തമിഴ്നാടിന്, അതായത് അന്നത്തെ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. എന്നിട്ട് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന കേരളത്തിലെ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന താലൂക്കുകളുണ്ട്. കാസർഗോഡ് പ്രദേശം, ഹോസ്ദുർഗ് പ്രദേശം. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നിട്ട് മദിരാശി സംസ്ഥാനത്ത് നമ്മൾ വിട്ടുകൊടുത്തു എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ തൊവാളയായിക്കോട്ടെ, അഗസ്തീശ്വരം ആയിക്കോട്ടെ, കൽക്കുളം ആയിക്കോട്ടെ, വിളവൻകോട് ആയിക്കോട്ടെ, ഇതെല്ലാം ഇപ്പൊ എവിടെയാ? തമിഴ്നാട്ടിൽ. അതായത് മദിരാശി സംസ്ഥാനത്ത്. ഈ പറഞ്ഞ കൽക്കുളത്തെയൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന കേരള നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. തൈക്കാടയ്യ മുതൽ വൈകുണ്ഠസ്വാമികൾ മുതൽ ഓരോ നവോത്ഥാന നായകന്മാരെ പറ്റിയൊക്കെ കണ്ടന്റ് പറയുമ്പോഴും തിരുവിതാംകൂർ ചരിത്രത്തെ പറ്റി പറയുന്ന സമയത്തൊക്കെ ഈ കൽക്കുളവും അഗസ്തീശ്വരവും തൊവാളയും വിളവൻകോടും ഒക്കെ പറയുന്നുണ്ട്. ദെൻ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിന്റെ ദക്ഷിണ കാനറ ഭാഗമായിരുന്ന താലൂക്കുകളാണ് കാസർഗോഡ്, ഹോസ്ദുർഗ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2ാം സ്ഥാനം ഏതാ? 2ാം സ്ഥാനം പാലക്കാട്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. 2ാം സ്ഥാനം എവിടാണ്? അത് പാലക്കാടാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് അത് ആലപ്പുഴയാണ്. ആലപ്പുഴയ്ക്ക് എന്തൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം? ആലപ്പുഴ ജില്ലയിലാണല്ലോ കുട്ടനാട് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടിന്റെ ആദ്യകാല പേര് കൊട്ടനോറ എന്നാണ്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കുട്ടനാടിനെ കണക്ട് ചെയ്യുമ്പോൾ തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ക്വസ്റ്റ്യൻ വരും. അത് നാഞ്ചിനാടാണ്. ദെൻ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ്. അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല, കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ലയൊക്കെ ആൻസർ പാലക്കാടാണ്. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ജില്ലയ്ക്ക് പ്രത്യേകതകളുണ്ടല്ലോ. എന്തൊക്കെയാ? ഒന്ന്, കേരളത്തിൽ റിസർവ് വനം ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ്. അതായത് വനപ്രദേശം കുറവ്, വനം കുറവ്. അപ്പൊ റിസർവ് വനം കുറവായിരിക്കുമല്ലോ. ദെൻ പട്ടികവർഗക്കാർ, കേരളത്തിൽ ഏറ്റവും കുറവ് പട്ടികവർഗക്കാർ ഉള്ള ജില്ല, അതായത് ഏറ്റവും പട്ടികവർഗക്കാർ കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് ഇത് ആലപ്പുഴ എന്ന് പറയുന്നത്. വനപ്രദേശം ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ തവണ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല, ഞാൻ പറയുന്നു, വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. നമ്മൾ രാവിലെ ഒരു PDF നോട്ട് തന്നിട്ടുണ്ട്, അതിൽ ചെറിയൊരു തിരുത്ത് വരുത്തിയേക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങൾ കൂടുതലുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ളത് അത് എറണാകുളം ജില്ലയിലുമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ. അപ്പൊ ഈ പറയുന്ന ഇടുക്കിയുമായി ബന്ധപ്പെട്ട പോയിന്റ് നമ്മൾ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇപ്പോൾ നിലവിൽ ഇടുക്കിയാണ്. ഇടുക്കി ജില്ല രൂപീകരിച്ച എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1972. വളരെ പ്രധാനപ്പെട്ടതാണ്. 1972 ജനുവരി 26-നാണ്. 1972 ജനുവരി 26-നാണ് ഇടുക്കി ജില്ലയുടെ രൂപീകരണം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിൽ 2ാം സ്ഥാനം പാലക്കാടാണ്. പാലക്കാടിന്റെ ആദ്യകാല പേരുകളൊക്കെ ഉണ്ട്. കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂരാണ്. പുനലൂരിനെ അറിയപ്പെടുന്ന പേര് പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടം എന്നറിയപ്പെടുന്നത് പുനലൂരിനെയാണ്. ജലനഗരം എന്നറിയപ്പെടുന്നത് ആരെ തന്നെ? പുനലൂരിനെ തന്നെ. വളരെ പ്രധാനപ്പെട്ടത്. ഓക്കെ ആണല്ലോ? ഇനി ഈ പറയുന്ന ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റു പ്രത്യേകതകൾ എന്തൊക്കെ അറിയാം? കേരളത്തിൽ പട്ടികവർഗക്കാർ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിൽ പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ചോദിച്ച ഉത്തരം ആലപ്പുഴയാണ്. കേരളത്തിൽ വനപ്രദേശം കുറവാണെന്ന് പറഞ്ഞു. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കായൽ ടൂറിസത്തിന് പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പേര് കേട്ട കേരളത്തിലെ ജില്ല ആലപ്പുഴ. കായൽ ടൂറിസത്തിന് പേര് കേട്ട കേരളത്തിലെ ജില്ല ആലപ്പുഴയാണെന്ന് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ദെൻ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളൊക്കെ കേരള PSC മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന് അർജുന നൃത്തമുണ്ട്, മറ്റൊന്ന് വേലകളിയുണ്ട്. വരും ക്ലാസ്സുകളിൽ എടുത്തോളാം. നമ്മൾ കേരളത്തിലെ കലാ സാംസ്കാരികം എന്നറിയപ്പെടുന്ന മേഖല കവർ ചെയ്യുമ്പോൾ അതിലെ GK പോർഷൻ കവർ ചെയ്യുമ്പോൾ അതെല്ലാം എടുത്തോളാം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണെന്ന് ഓർത്തു വെക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൽ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് അത് ചേർത്തല താലൂക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല താലൂക്കാണ്. ഓക്കെ. കേരളത്തിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമാകുന്നത് ആലപ്പുഴയിലാണ്. 1857-ലാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമാകുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി ഏതാണ്? അത് ഡാറാസ് മെയിൽ. ഡാറാസ് മെയിൽ എന്ന് പറഞ്ഞാൽ ജെയിംസ് ഡാറയും ഹെൻറി സ്മെയിൽ എന്നറിയപ്പെടുന്ന 2 വ്യക്തികൾ. ജെയിംസ് ഡാറ ഒരു വ്യക്തി, ഹെൻറി സ്മെയിൽ 2 വ്യക്തി. ഈ 2 വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത്? ഡാറാസ് മെയിൽ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ജെയിംസ് ഡാറയുടെ ഡാറയും ഹെൻറി സ്മെയിലിന്റെ സ്മെയിലുമായി ഡാറാസ്
മെയിൽ ആകുന്നത്. അതായത് അല്ലാതെ ഡാറയുടെ മെയിൽ എന്നല്ല, ഡാറ സ്മെയിൽ, അങ്ങനെ ഡാറ സ്മെയിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയാണ് ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതയുണ്ട്. ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനാണ് ചോദിച്ചിട്ടുണ്ട്, അയർലൻഡുകാരനാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളുണ്ട്, അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാലും ഉത്തരം ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് ഒത്തിരി വിശേഷണങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പ്രിന്റഡ് നോട്ടിൽ തന്നേക്കാം. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയും കണ്ടന്റുകളാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, ഇന്ത്യയിലെ ഈ പറയുന്ന കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളെ പറ്റി പറയുമ്പം ധർമ്മടം എന്നറിയപ്പെടുന്ന ഒരു നിയോജക മണ്ഡലത്തെ പറ്റി ഒന്ന് ചർച്ച ചെയ്ത് പഠിക്കാം. കാരണം ധർമ്മടം എന്നറിയപ്പെടുന്ന നിയോജക മണ്ഡലത്തെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ ഒരു കേരള സംസ്ഥാനത്തിന് റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയും കേരള സംസ്ഥാനത്തിന് നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ഗവർണറുമാണ്. ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ റിയൽ എക്സിക്യൂട്ടീവ്, നോമിനൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന ഒരു വാക്ക് നമ്മൾ പറയാറുണ്ട്. അപ്പൊ കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയന്റെ നിയോജക മണ്ഡലം, അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലം കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്നറിയപ്പെടുന്ന മണ്ഡലമാണ്. ഈ ധർമ്മടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം അത് ധർമ്മടമാണ്. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൻ്റെ ആദ്യകാല പേരറിയാം, നൗറ. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഇത് ബേസ് ഫാക്റ്റാണ്. ഈ ബേസ് ഫാക്റ്റിനോടൊപ്പം നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് പഠിക്കാം, SCERT പഠിക്കാം, NCERT പഠിക്കാം, എല്ലാം പഠിക്കാം, നോ പ്രോബ്ലം. നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അടിസ്ഥാന വിവരങ്ങളും ഒന്ന് വായിച്ച് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതിയെന്നേ. ഓരോ മാർക്കും വിലപ്പെട്ടതല്ലേ. ദെൻ അടുത്തത്, ഇരിങ്ങാലക്കുടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് പ്രത്യേകത, കേരളത്തിലെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാണ് അത് ഇരിങ്ങാലക്കുട. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. നമ്മൾ പറഞ്ഞേക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടമാണ്, കണ്ണൂർ ജില്ലയിലാണ്. ശ്രീ പിണറായി വിജയൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലം ധർമ്മടമാണ്, കണ്ണൂരാണ്. കണ്ണൂരിൻ്റെ ആദ്യകാല പേര് നൗറ എന്നാണ്. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് ഇരിങ്ങാലക്കുടയാണ്. അപ്പൊ ഇരിങ്ങാലക്കുട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് തൃശ്ശൂർ ജില്ലയിലാണല്ലോ. ഇനി നമുക്ക് കേരള PSCയുടെ ഏറ്റവും കൂടുതൽ തവണ ഒരു മാർക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവാം. നമ്മൾ പരീക്ഷകളിൽ കയറുമ്പം ഒരു മാർക്ക് മെജോറിറ്റി, അതായത് ഒരു 90% ഉദ്യോഗാർത്ഥികളും കിട്ടും. പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും കിട്ടട്ടെ. 10% ആളുകൾ കൺഫ്യൂഷൻ മൂലം, അല്ലെങ്കിൽ ഇതാണോ അതാണോ എന്ന് തിരിഞ്ഞു പോകും. അതിനുവേണ്ടി പറഞ്ഞു തരും. കേരളത്തിൽ നിലവിൽ എത്ര MLA-മാരുണ്ടെന്ന് അറിയാലോ? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലാണല്ലോ മത്സരിച്ച് MLA-മാർ പോകുന്നത്. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞ് നമ്മൾ കയറിപ്പോകുന്നത് ഓരോ ആളുകളും, ആരും ഒക്കെ ആയിക്കോട്ടെ. അപ്പൊ കേരളത്തിലാകെ ഇപ്പോൾ നിലവിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. ഇനി കേരളത്തിലെ പട്ടികജാതി സംവരണയല്ലേ, സംവരണ ഒന്ന് തിരുത്തിയേക്കണേ, അക്ഷരത്തെറ്റിൽ ചെറിയൊരു എററുണ്ട്. കേരളത്തിലെ പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 14. ദെൻ അവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? അത് 2ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമസഭയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ പട്ടികജാതി സംവരണ നിയോജക 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ 14, പട്ടികവർഗ സംവരണ നിയോജക മണ്ഡലങ്ങൾ 2. ഇനി ഇതേ ലോജിക്ക് തന്നെ ലോക്സഭയെ കൂടെ ഒന്ന് പരിഗണിച്ചേക്കണം. 20 ലോക്സഭാ അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത്. 20 ലോക്സഭാ സീറ്റുകളാണ് കേരളത്തിൽ നിന്നുള്ളത്. ആണല്ലോ. ലോക്സഭാ മണ്ഡലങ്ങൾ 20ആണ്, ലോക്സഭാ സീറ്റുകളും 20 തന്നെ. കേരളത്തിൽ നിന്നാണ്, കേരളത്തിലെ കേസാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിൽ 20 ലോക്സഭാ അംഗങ്ങൾ കേരളത്തിൽ നിന്ന്, ലോക്സഭാ അംഗം കേരളത്തിൽ നിന്ന്. ദെൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2. ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2, വേറെ ഒന്നുമില്ലടോ. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ 140 അല്ലയോ? അതിൽ ആദ്യത്തെ 14 പട്ടികജാതി സംവരണം. 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ആദ്യത്തെ 2 എന്തുവാ? അത് അങ്ങനല്ല കണ്ടീഷൻ, ഓർക്കാൻ വേണ്ടി പറയുക. ആദ്യത്തെ 2 എണ്ണം, അതായത് ആദ്യത്തെ 2 എന്ന് പറഞ്ഞാൽ 20-ൽ 2 എണ്ണം സംവരണ സീറ്റുകളാണ്. ഏതൊക്കെയാ സംവരണ സീറ്റുകൾ? ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ? ഒന്ന് ആലത്തൂരും മറ്റൊന്ന് മാവേലിക്കരയും. ഈ മാവേലിക്കര പഠിക്കുന്ന സമയത്താണ് നിങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിനെ പറ്റി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയും. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭ അംഗമായ വ്യക്തിത്വമാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം.
അപ്പൊ 20 ലോക്സഭാ സീറ്റുകളുണ്ട്, അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അത് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2 ഏതൊക്കെയാണ്? ആലത്തൂരും മറ്റൊന്ന് മാവേലിക്കരയും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ രാജ്യസഭാ സീറ്റുകൾ എത്ര എണ്ണ? കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണല്ലോ. അപ്പം നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140, ലോക്സഭാ സീറ്റുകൾ 20, രാജ്യസഭാ സീറ്റുകൾ 9. നോട്ട് ചെയ്തേക്കണേ. ഇനി അടുത്തത് കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ എല്ലായ്പ്പോഴും മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാ. 6 കോറ് മറക്കല്ലേ, 6 കോർപ്പറേഷനുകൾ. അതിൽ ആര്യ രാജേന്ദ്രൻ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം മേയർ ഉൾപ്പെടെ വരും. അതായത് 6 കോർപ്പറേഷനുകളാണ് കേരളത്തിലുള്ളത്. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വനിതാ മേയർ അല്ലെങ്കിൽ മേയറാണ് ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ആര്യ രാജേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഏതാ? അത് തിരുവനന്തപുരം ജില്ലയിലെ മുടവൻമുകൾ എന്നറിയപ്പെടുന്ന മണ്ഡലം എന്ന് പറഞ്ഞാൽ വാർഡ്. ആ വാർഡിൽ നിന്നാണ് മത്സരിച്ച് എന്താകുന്നത്? അവര് കൗൺസിലർ ആകുന്നത്. കൗൺസിലർ മീൻസ് ആ വാർഡ് കൗൺസിലർ ആകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ മുനിസിപ്പൽ കോർപ്പറേഷൻ 6 ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒത്തിരി പ്രത്യേകതയുണ്ട്. അതും വരും ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തന്നോളാം. ഓക്കെ. ദെൻ ഗ്രാമപഞ്ചായത്തുകൾ എത്രയാണെന്ന് ചോദിച്ചു. അത് 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിൽ നിലവിൽ. 941. ജില്ലകൾ അറിയാം, 14 ആണെന്ന് അറിയാം. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളാണ്. ജില്ലകൾ 14 ജില്ലകളാണ്. അപ്പൊ ജില്ലാ പഞ്ചായത്തുകൾ എത്ര ആയിരിക്കും? 14. ജില്ലകൾ 14 ആകുമ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ 14. ബ്ലോക്ക് പഞ്ചായത്ത് എത്രയാ? ബ്ലോക്ക് പഞ്ചായത്ത് മറക്കല്ലേ, 152 ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ 941 ആണെന്ന് നോട്ട് ചെയ്തേക്കണം. കോർപ്പറേഷൻ ഇപ്പൊ പറഞ്ഞു 6 കോർപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അവിടെയും വേറെയൊക്കെ ഉണ്ട്. മുനിസിപ്പാലിറ്റികളുടെ എണ്ണം ഉണ്ട്. 87 മുനിസിപ്പാലിറ്റി ഉണ്ട് കേരളത്തിൽ. 87 മുനിസിപ്പാലിറ്റി ഉണ്ട്. നിയമസഭാ മണ്ഡലങ്ങൾ 140 ആണെന്ന് ഓർത്തു വെക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കേരളത്തിൽ ആകെ താലൂക്കുകളുടെ എണ്ണം എത്രയാ? അത് 78 ആണ്. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 78. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നേരത്തെ 77 ആയിരുന്നു. അപ്പൊ കറണ്ട് അഫയേഴ്സും കൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നേ. കേരളത്തിൽ ഏറ്റവും അവസാനം നിലവിൽ വന്ന താലൂക്ക് അത് അട്ടപ്പാടി താലൂക്കാണ്. ആ അട്ടപ്പാടി താലൂക്കിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? കേരളത്തിൽ ആദ്യത്തെ ട്രൈബൽ താലൂക്ക്. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 78 ആണ്. കേരളത്തിലെ ഏറ്റവും അവസാനം നിലവിൽ വന്ന താലൂക്ക് അട്ടപ്പാടി താലൂക്കാണ്. അട്ടപ്പാടി താലൂക്കിന് മാത്രം പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് അട്ടപ്പാടിയാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. അട്ടപ്പാടി പുനഃവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പുനർജനിച്ച നദിയുടെ പേരെന്തുവാ? പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പുനഃവൽക്കരണത്തിന്റെ ഭാഗമായി പുനർജനിച്ച നദിയുടെ പേര് കൊടങ്ങരപ്പള്ളം എന്നാണ്. 5ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റാ. ഈ 5ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തപ്പോണ്ട് കൊടങ്ങരപ്പള്ളം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. അട്ടപ്പാടിയിൽ കൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് ശിരുവാണിപ്പുഴയാണ്. അത് വേറെ ഇത് വേറെ. അട്ടപ്പാടി പുനഃവൽക്കരണത്തിന്റെ ഭാഗമായി പുനർജനിച്ച നദിയുടെ പേര് കൊടങ്ങരപ്പള്ളം എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തൊരു ന്യൂജൻ ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തിയാണ്. ഓപ്ഷൻ ബി, കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഓപ്ഷൻ സി, ആരോഗ്യ സർവകലാശാല 2010 നിലവിൽ വന്നു. ഓപ്ഷൻ ഡി, 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. ഓരോ പ്രസ്താവനകളും പരിശോധിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണല്ലോ തൃശ്ശൂർ. കേരളവുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ പറയുമ്പം കേരളത്തിലെ ഏറ്റവും കൂടുതലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. ശുദ്ധവായുവിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുൻപന്തിയിലുള്ള ജില്ല കൂടിയാണ് തൃശ്ശൂർ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയാണ്. ഓപ്ഷൻ ബി പരിശോധിച്ചോ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ തന്നെ. കേരള കാർഷിക സർവകലാശാല, കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഇവിടെ തന്നെയാണ്. അത് തൃശ്ശൂർ തന്നെയാണ്. ഓർത്തു വെക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ കേരള ആരോഗ്യ സർവകലാശാല എന്നാ നിലവിൽ വന്നേ? അത് 2010. കേരള ആരോഗ്യ സർവകലാശാല നിലവിൽ വന്ന വർഷം 2010. അപ്പോൾ 2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. ഒന്ന്, കേരള ആരോഗ്യ സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? എല്ലായ്പ്പോഴും എല്ലാ സർവകലാശാലയുടെയും ചാൻസലർ ഗവർണർ ആയിരിക്കും. ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ. ചാൻസലറിന് സർവകലാശാലയുടെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചു തുടങ്ങിയിട്ടുള്ള ആനുകാലിക സംഭവങ്ങൾ നമ്മൾ ദിനം പ്രതി വായിക്കാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ലോജിക്ക് ഇതാണ്. ആരോഗ്യ സർവകലാശാലയല്ല, ഏത് സർവകലാശാല എടുത്താലും ആ സർവകലാശാലയുടെ ചാൻസലർ എപ്പോഴും ഗവർണർ ആയിരിക്കും. അടുത്തത്, ഈ പറയുന്ന ആരോഗ്യ സർവകലാശാലയുടെ മാത്രം 2010 നിലവിൽ വന്ന ആരോഗ്യ സർവകലാശാലയുടെ
പ്രോ ചാൻസലർ എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയായിരിക്കും. നിലവിലെ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? വീണ ജോർജ് ആണല്ലോ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. കേരള ആരോഗ്യ സർവകലാശാല 2010 നിലവിൽ വന്നു. ആസ്ഥാനം തൃശ്ശൂരാണെന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യ സർവകലാശാല 2010 നിലവിൽ വന്നു. ആരോഗ്യ സർവകലാശാലയുടെ ചാൻസലർ എല്ലായ്പ്പോഴും ഗവർണറായിരിക്കും. അതേത് ഈ പറയുന്ന എന്ത് സർവകലാശാല എടുത്താലും ശരി. ഇപ്പൊ കേരള സർവകലാശാല എടുക്കുന്നു, അല്ലെങ്കിൽ കുഫോസ് എടുക്കുന്നു, ഏത് സർവകലാശാല എടുത്തോ അതിന്റെ ചാൻസലർ എപ്പോഴും ഗവർണറായിരിക്കും. പക്ഷെ ഇവിടെ ആരോഗ്യ സർവകലാശാലയുടെ പ്രോൺ ചാൻസലർ എന്ന് പറയുന്നത് അത് ആരോഗ്യമന്ത്രി ആയിരിക്കും. ദെൻ ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. അപ്പം വായനാ ദിനം ആരുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ PN പണിക്കരുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ ഇന്ന് പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. സിലബസ് കണ്ടന്റ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം മസ്റ്റ് ആയിട്ടും. ദെൻ ഇന്ന് തന്നേക്കുന്ന കറണ്ട് അഫേഴ്സ്, ഇന്ന് പ്രധാനപ്പെട്ട 3 ടൈപ്പ് കറണ്ട് അഫേഴ്സ് നമ്മൾ തന്നേപ്പുണ്ട്. പ്രധാനപ്പെട്ട ഖേൽരത്ന പുരസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് തന്നേപ്പുണ്ട്. പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങൾ കേരളത്തിൽ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് 2023, 24, 25 കേരളത്തിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന ആനുകാലിക സംഭവങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് PDF ആയിട്ട് തന്നിട്ടുണ്ട്. അത് ഉൾപ്പെടെ പഠിക്കണം. ഇന്ന് 4ഓളം ടോപ്പിക്ക് കറണ്ട് അഫേഴ്സ് എന്ന് പഠിക്കണം. ദെൻ SCERT NCERTയിലെ ഒരു ചാപ്റ്റർ ഇന്ന് പഠിക്കാനുള്ള ചാപ്റ്റർ തന്നിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് പഠിക്കണം. അതിൽ തന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ്, ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ്, ഏതെങ്കിലും വ്യക്തിയുടെ പടം സഹിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും പഠിക്കണം. അതിനകത്തുനിന്ന് ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. SCERT NCERTയിലെ ഒരു ചാപ്റ്റർ ഇന്ന് പഠിക്കണം. ദെൻ ഇന്ന് നമ്മുടെ വർക്കൗട്ട് ബാച്ചിൽ എന്തൊക്കെ മൈക്രോ നോട്ട്സുകൾ തരുന്നോ, എന്തൊക്കെ മെറ്റീരിയൽസ് തരുന്നോ അതെല്ലാം പഠിക്കണം. പഠിച്ച് റിവൈസ് ചെയ്ത് ഇന്ന് രാത്രി 9 മണിക്ക് എക്സാം. അപ്പൊ ചില ആളുകളെങ്കിലും കമന്റ് ചെയ്യും, സാർ ഈ പറയുന്ന വർക്കൗട്ട് ബാച്ചിൽ മാത്രമേ ഉള്ളൂ ഈ പരീക്ഷ. അല്ല, കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നു രാത്രി 9 മണിക്ക്. അതിൽ ഈ പറയുന്ന എല്ലാ ടോപ്പിക്കും, കറണ്ട് അഫേഴ്സ് വരും, ഇംഗ്ലീഷ് വരും, മലയാളം വരും, മാത്സ് വരും. എങ്ങനെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം? 9 മണിക്ക് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇന്ന് തന്നെ തീർക്കണം. നാളെ അതേപോലെ അടുത്ത ടോപ്പിക്ക് വരിക. അപ്പൊ പഠിച്ച് റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, ആർക്കെങ്കിലും വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തണ്ടി കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ 9072728242 നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. വീണ്ടും ആവർത്തിക്കുന്നു, ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ചോദ്യം പരിശോധിച്ചാൽ ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാ. കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം മണ്ണൂത്തി ശരിയാണ്. കേരള ആരോഗ്യ സർവകലാശാല 2010 നിലവിൽ വന്നു. അതിന്റെ ആൻസർ ആസ്ഥാനം തൃശ്ശൂരാണ്. അത് ശരിയാണ്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ചാൻസലർ എപ്പോഴും ഗവർണർ ആയിരിക്കും. പ്രോ ചാൻസലർ എപ്പോഴും ആരോഗ്യമന്ത്രി ആയിരിക്കും. 1996 മുതൽ കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നു. അപ്പൊ അവിടെ PN പണിക്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയെ പറ്റി പഠിക്കണം. ഒന്ന്, കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത് PN പണിക്കറാണ്. കേരളത്തിലെ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത് PN പണിക്കറാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PN പണിക്കറാണ്. അദ്ദേഹം 1995 ജൂൺ 19 അന്തരിക്കും. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ട് 1996 ജൂൺ 19 മുതൽ വായനാ ദിനം ആചരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. വളരെ വ്യക്തമായി പഠിച്ചോണം. ഈ പറഞ്ഞ PN പണിക്കരുമായി ബന്ധപ്പെട്ട് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത് PN പണിക്കർ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PN പണിക്കർ. അദ്ദേഹം 1995 ജൂൺ 19 അന്തരിക്കുന്നു. അദ്ദേഹത്തിന് ആദര സൂചകമായിട്ട് 1996 ജൂൺ 19 മുതൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് കേരളത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയ്ക്ക് 1-2 മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനമാണ് ഡെമോഗ്രഫി എന്ന് നമ്മൾ പഠിക്കും. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്ന രീതിയാണ് കാനേഷുമാരി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് കണക്കെടുപ്പ് നടത്തുന്നത്. ഇപ്പം നിലവിൽ സെൻസസ് നടപടി നടന്നിട്ടില്ല, അത് വേറെ കാര്യം. 10 വർഷം കൂടുമ്പോൾ സെൻസസ്, 5 വർഷം കൂടുമ്പോഴാണ് കാർഷിക സെൻസസ് നടപ്പിലാക്കുന്നത്. ആ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കണേ. 20 വർഷം കൂടുമ്പോഴാണ് പെർസ്പെക്റ്റീവ് പ്ലാൻ അല്ലെങ്കിൽ പരിപ്രേക്ഷ്യ പദ്ധതി തയ്യാറാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വാക്കുകൂടി നോട്ട് ചെയ്തേക്കണം, പഗ് മാർക്ക്. കേരളത്തിലെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യ കണക്കെടുപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ജനസംഖ്യ കണക്കെടുപ്പ് എടുക്കും അല്ലേ. കാർഷിക സെൻസസ് ഉണ്ട്, ജനസംഖ്യ ഉണ്ട്, പെർസ്പെക്റ്റീവ് പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ പരിപ്രേക്ഷ്യ പദ്ധതി എല്ലാം ഉണ്ട്. ഇനി ജീവജാലങ്ങളുടെ സെൻസസ് എടുക്കും. ജീവജാലം എന്ന് പറഞ്ഞാൽ കടുവകളുടെ സെൻസസ് എടുക്കുന്ന നടപടി അറിയപ്പെടുന്ന പേരാണ് പഗ് മാർക്ക്. അതൊന്ന് നോട്ട് ചെയ്തേക്കാം.
കടുവകളുടെ സെൻസസ് നടപടിക്രമത്തെ അറിയപ്പെടുന്ന പേര് പഗ്മാർക്ക് എന്ന്. അപ്പം കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറം. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. മലപ്പുറത്തിന്റെ പ്രത്യേകതകൾ, ധാരാളം പ്രത്യേകതകളുണ്ട്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഴുത്തച്ഛന്റെ ജന്മനാട് മലപ്പുറമാണ്. ഒത്തിരി പ്രത്യേകതകളുണ്ട് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിവാദ പ്രസംഗമൊക്കെ, വിവാദ പരാമർശമൊക്കെ വൈറലായ സാഹചര്യത്തിൽ ഈ പറയുന്ന ചോദ്യമിടുന്ന ചോദ്യകർത്താവിന് തോന്നുകയാണ് ആ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ചോദ്യം ഇട്ട് കളയാം എന്നാണ് ചോദിച്ചാൽ നിങ്ങൾ എഴുതിക്കോണം. കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ മലപ്പുറം ജില്ലയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, ജനസംഖ്യ കുറഞ്ഞ ജില്ല അപ്പോൾ ഏതായിരിക്കും? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല അത് വയനാടാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. അപ്പൊ കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതൽ മലപ്പുറം ജില്ലയിൽ. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണെന്ന് അറിയാലോ? കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76%. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ജില്ലയുണ്ട് പത്തനംതിട്ട. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പടയണിയുടെ നാടെന്നറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയ്ക്ക് പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ 0 ജനസംഖ്യ വളർച്ച കൈവരിച്ച ആദ്യ ജില്ല. ഇന്ത്യ മഹാരാജ്യത്ത് 0 ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല എന്ന് വെച്ചാൽ നെഗറ്റീവ് വളർച്ചാ നിരക്ക് ജനസംഖ്യയിൽ കൈവരിച്ച ആദ്യ ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ, അതായത് ജനസാന്ദ്രത കുറവ്, ഇടുക്കി ജില്ലയാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് അറിയാലോ? 3-ാം സ്ഥാനമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3-ആണ്. അപ്പോൾ 1-ാം സ്ഥാനം ആരാ? 1-ാം സ്ഥാനം ബീഹാർ. ജനസാന്ദ്രതയിൽ 1-ാം സ്ഥാനം ബീഹാർ, 2-ാം സ്ഥാനം പശ്ചിമ ബംഗാൾ, 3-ാം സ്ഥാനം കേരളം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രത കേരളത്തിന്റെ സ്ഥാനമാണെന്നാണ് ഞാൻ പറഞ്ഞത്. 3-ാം സ്ഥാനമാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതും ഒരു ന്യൂജൻ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവന ചോദ്യങ്ങൾ മാത്രം പരിശോധിച്ചു പോവല്ല, പ്രധാനപ്പെട്ടതെല്ലാം ഉൾപ്പെടുത്തി പറയും. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. ശരിയോ തെറ്റോ? നിങ്ങൾ തന്നെ പറ. കേരളത്തിലെ ഏറ്റവും വലിയ കായലുകൾ വേമ്പനാട് കായലാണോ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. ഓപ്ഷൻ ബി, വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. നമുക്കറിയാവുന്നതാണ്. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായിട്ടുള്ള നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. ശരിയാണ്. ഓപ്ഷൻ സി, നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. കൊല്ലം ജില്ലയിലാണല്ലോ നീണ്ടകര, അതും ശരിയാണ്. നീണ്ടകര അഴിമുഖം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം അഷ്ടമുടിക്കായലുണ്ട്. അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. നീണ്ടകരയുമായി ബന്ധപ്പെട്ട് ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് നിലവിൽ വന്നത് നീണ്ടകരയിലാണ്. നീണ്ടകരയ്ക്ക് പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ നീണ്ടകര. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. കേരളത്തിൽ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് പോലീസ് സ്റ്റേഷൻ ഏതാ? അത് വിഴിഞ്ഞമ. കേരളത്തിൽ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ നീണ്ടകര, കേരളത്തിൽ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് പോലീസ് സ്റ്റേഷൻ വിഴിഞ്ഞം, കേരളത്തിൽ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചിയാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട്. അടുത്ത ഓപ്ഷൻ ഡി, കേരളത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ കായൽ അഷ്ടമുടിക്കായൽ. ശരിയാ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ കായൽ ഏതാണ്? അഷ്ടമുടിക്കായലാണ്. ഓക്കെ, അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ആൻസർ അല്ലേ നമുക്ക് വേണ്ടത്. ഇനി കായലുകളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുണ്ട്. ഒന്ന്, കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഉപ്പളക്കായലാണ്. കാസർഗോഡ് ജില്ലയിലാണ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയെ അറബികൾ വിശേഷിപ്പിച്ച പേര് ഹെർക്യുല എന്നാണ്. കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായിട്ട് പെൻ ഫ്രണ്ട് പദ്ധതി, പേന സൗഹൃദ പദ്ധതി സ്ഥാപിതമായത് കാസർഗോഡ് ജില്ലയിലാണ്. പേന സൗഹൃദ പദ്ധതി അല്ലെങ്കിൽ പെൻ ഫ്രണ്ട് പദ്ധതി സ്കൂൾ തലത്തിൽ നടപ്പിലാക്കിയ ജില്ല കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. ദൈവങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പൊ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ഓക്സ്ബോ തടാകം ഏതെന്ന് ചോദിച്ചാൽ അത് വൈന്തലയാണ്. തൃശ്ശൂർ ജില്ലയിലെ വൈന്തല തടാകമാണ് കേരളത്തിലെ ഓക്സ്ബോ തടാകം. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, എന്തോ ഈ ഓക്സ്ബോ തടാകം? SCERT സ്കൂൾ ടെക്സ്റ്റിൽ 9-ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തേ പോണ്ട്. ഓക്സ്ബോ തടാകം, കേരളത്തിലെ ഓക്സ്ബോ തടാകം എന്നറിയപ്പെടുന്നത് വൈന്തലയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അത് അഷ്ടമുടിക്കായലിലാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലും വേമ്പനാട് കായലിലും. അതായത് വേമ്പനാട് കായലിലെ പുന്നമടക്കായൽ എന്ന് പറഞ്ഞാൽ വേമ്പനാട് കായൽ തന്നെയാണ്. അപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട് കായലിലും
പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അത് അഷ്ടമുടി കായലിലുമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഈ അഷ്ടമുടി കായലിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇനി പറയാൻ പോകുന്നത് അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട് ഒന്ന്, ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലിനെയാണ്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലിനെയാണ്. തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന അഷ്ടമുടി കായലിനെ, അഷ്ടമുടി കായലിലെ 8 തുരുത്തുകളെ അറിയപ്പെടുന്നവരാണ് മൺട്രോ തുരുത്ത്. ഈ മൺട്രോ തുരുത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പദ്ധതി സ്ഥാപിതമായത് മൺട്രോ തുരുത്താണ്. റെസ്പോൺസിബിൾ ടൂറിസം പദ്ധതിയുണ്ട്, അത് കുമരകത്താണ്. അത് വേറെ, ഇത് വേറെ. ഇതിനടുത്തത് ഈ അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ അംഗീകാരം നൽകിയ ആദ്യ ഫിഷറി എവിടെയാണ് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട മൺട്രോ തുരുത്തിലാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ചിപ്പി, കക്ക എന്നിവ വളർത്തുന്ന സ്ഥലമാണ് നമ്മൾ ഈ പറയുന്ന മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ അംഗീകാരം നൽകിയ ആദ്യ ഫിഷറി എന്ന് പറയുന്ന ആൻസറായിട്ട് വരേണ്ടത് അഷ്ടമുടി കായലിലെ മൺട്രോ തുരുത്ത് റിലേറ്റഡ് ഫാക്റ്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആവർത്തിച്ച് പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.